സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം CNN വന്ന ഒരു ആർട്ടിക്കിളിനെ അടിസ്ഥാനമാക്കിയാണ്. ഈ ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത് ബ്രെറ്റ് മക്ഗുർക്ക് എന്ന് പറയുന്ന അമേരിക്കയിലെ നാഷണൽ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ദീർഘകാലം ഉന്നത ഉദ്യോഗം വഹിച്ച ഒരു ആളുടെ ആർട്ടിക്കിളാണ്. അദ്ദേഹത്തിന്റെ പേര് ബ്രെറ്റ് മക്ഗുർക്ക് എന്നാണ്. BRETTMCGURK. ഇദ്ദേഹം ജോർജ് ബുഷിന്റെ കീഴിലും ഒബാമയുടെ കീഴിലും ട്രംപിന്റെ കീഴിലും ബൈഡന്റെ കീഴിലും ഇപ്പോഴത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതിനു മുമ്പിലത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ കീഴിലും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ വളരെ ഹയർ ആയിട്ടുള്ള പോസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഇന്ന് സ്റ്റീവ് വിറ്റ്കോഫ് ചെയ്യുന്ന ജോലി ഇദ്ദേഹമാണ് മിഡിൽ ഈസ്റ്റിൽ ഈ പ്രസിഡന്റുമാരുടെ കീഴിൽ ഇദ്ദേഹം ചെയ്തിരുന്നത്. മിഡിൽ ഈസ്റ്റിലെ എല്ലാ തരത്തിലുള്ള ചർച്ചകൾക്കും നേതൃത്വം വഹിച്ചിരുന്നത് ഈ ബ്രെറ്റ് മക്ഗുർക്കാണ്. ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ കാലത്ത് അബ്രഹാം അക്കോർഡ്സ് ഉണ്ടാക്കാനും ലീഡ് ചെയ്ത ഒഫീഷ്യൽ ഗ്രൂപ്പിന്റെ തലപ്പത്തിരുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റേതാണ് ഈ ആർട്ടിക്കിൾ. ഇദ്ദേഹം ഈ ആർട്ടിക്കിൾ ആദ്യമേ പറയുന്നത് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുന്നത് വളരെ അസർട്ടീവ് ആയിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഈ ഒരു വിജയത്തിന് ശേഷം ഇതിനെ ഒരു ഡിപ്ലോമാറ്റിക് സക്സസ് ആക്കി ട്രാൻസ്ഫോം ചെയ്യാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. യുദ്ധത്തിൽ ജയിച്ചതുകൊണ്ടായില്ല, യുദ്ധത്തിൽ ജയിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും കിട്ടുകയില്ല. ഇതിനെ ഒരു ഡിപ്ലോമാറ്റിക് സക്സസ് ആക്കി മാറ്റിയാൽ മാത്രമാണ് ഈ വിജയത്തിന്റെ ഫലം കൊയ്തെടുക്കാൻ സാധിക്കുക. അപ്പൊ ഡിപ്ലോമാറ്റിക് സക്സസ് ആക്കി മാറ്റണമെങ്കിൽ ഇതിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പാലസ്തീനിലെ ഹമാസുമായിട്ടുള്ള ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഹമാസാണ് യുദ്ധം തുടങ്ങി വെച്ചത്. ഒക്ടോബർ 7, 2023 യുദ്ധം തുടങ്ങി വെച്ച ഹമാസിന് ഇപ്പോൾ പലവട്ടം മനസ്സിലായി യുദ്ധം തുടങ്ങുന്നതിനേക്കാൾ എത്രയോ വിഷമം പിടിച്ച കാര്യമാണ് യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത്. യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്കുള്ള സംസാരം പലവട്ടം വന്നിട്ടുണ്ട്. ഒക്ടോബർ 7 ശേഷം എന്നൊക്കെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ അന്നൊക്കെ ഹമാസ് പറയുന്നത് ഒരു പെർമനന്റ് സീസ്ഫയറിനെ കുറിച്ചാണ്. സ്ഥിരമായ ഒരു വെടിനിർത്തലാണ് ഹമാസിന് ആവശ്യമുള്ളത്. ഇസ്രായേലിന് ആവശ്യമുള്ളത് ഹമാസ് ഇല്ലാത്ത ഒരു ഗാസയാണ്. ഈ രണ്ട് ഡിമാൻഡുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ സാധിക്കാതെ പോകുന്നതിന്റെ കോർ ഇഷ്യൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പൊ ഇവര് ഹമാസ് വിചാരിച്ചത് ഇസ്രായേലിൽ കയറി അതിക്രമം കാണിച്ച് 1251 പേരെ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കമുള്ളവരെ വധിക്കുകയും റേപ്പ് അടക്കമുള്ള അതിക്രമങ്ങൾ കാണിക്കുകയും ചെയ്ത് പുറത്തിറങ്ങിയ ശേഷം ഈ പിടിച്ചുകൊണ്ടു പോകുന്ന 250 ഹോസ്റ്റേജസിനെ കൊണ്ട് അവർക്ക് ഇസ്രായേലിന്റെ വായടപ്പിക്കാൻ അവരുടെ കൈ താഴ്ത്തി വെക്കുവാൻ സാധിക്കുമെന്നാണ് ഹമാസ് പൂർണ്ണമായും വിശ്വസിച്ചിരുന്നത്. കാരണം ഇസ്രായേൽക്കാരുടെ ജീവന് കൊടുക്കുന്ന വില എന്താണെന്ന് ഹമാസിന് അറിയാം. പാലസ്തീൻകാരെ ഹമാസിന് ഇയലുകളെ പോലെയാണ്, ഈയാമ്പാറ്റകളെ പോലെയാണ് പാലസ്തീനിലെ ജീവനുകളെ ഹമാസ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇസ്രായേൽ ആവട്ടെ US ആവട്ടെ അവരുടെ ഓരോ ജീവനെയും അവരുടെ രാജ്യത്തോളം തന്നെ വലുതായിട്ട് പരിഗണിക്കുന്നവരാണ്. അപ്പൊ 250 ഇസ്രായേൽക്കാരുടെ ജീവൻ തങ്ങളുടെ കയ്യിൽ തങ്ങളുടെ പിടിയിൽ ഒതുങ്ങിയതുകൊണ്ട് ഇസ്രായേൽ തങ്ങളോട് ഒരിക്കലും ഒരു യുദ്ധത്തിന് വരികയില്ല എന്നാണ് ഹമാസ് വിചാരിച്ചിരുന്നത്. അവരുടെ കണക്കൂട്ടൽ അവിടെ തെറ്റിപ്പോയി. നെതന്യാഹു ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. വേറൊരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലൊരു തിരിച്ചടി അവർ കിട്ടുമായിരുന്നില്ല. കാരണം ഹോസ്റ്റേജസ് തിരിച്ചു തരൂ എന്ന് പറഞ്ഞ് ഹമാസിന്റെ കാലിൽ വീഴുന്ന ഒരു സാഹചര്യമാണ് അവർ സ്വപ്നം കണ്ടിരുന്നത്. പക്ഷെ എന്തായാലും അങ്ങനെ ഒരു കാര്യം ചെയ്യാതെ ആദ്യം ഹമാസിനെ തീർക്കുക, അതിനുശേഷം ഹോസ്റ്റേജസിനെ ഫ്രീ ആക്കുക എന്നുള്ള ഒരു 2 അജണ്ട വെച്ചുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ പ്രവേശിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതോടെ ഹമാസിന്റെ കണക്കുകൂട്ടൽ പൊളിഞ്ഞു. തുടങ്ങി വെച്ച യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം എന്നവർക്ക് അറിയാതെ പോയി. അവരെപ്പോഴും പെർമനന്റ് സീസ്ഫയർ ഉണ്ടെങ്കിൽ ഇവരെ തിരിച്ചു തന്നേക്കാന്ന് പറഞ്ഞു. അപ്പോ ഇസ്രായേൽ പറഞ്ഞു പെർമനന്റ് സീസ്ഫയർ അല്ല ഞങ്ങൾക്ക് ആവശ്യം, ഹമാസ് ഫ്രീ ഇസ്രായേലാണ്, ഹമാസ് ഫ്രീ ഗാസയാണ് ഞങ്ങൾക്ക് ആവശ്യം. ഇതിപ്പോഴും ഇതേ പ്രശ്നം തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ പറയുമ്പോഴും ഈ ഹമാസ് ഫ്രീ എങ്ങനെ ഇത് അവസാനിപ്പിക്കുമെന്ന് ഹമാസിന് യാതൊരു പിടിയില്ല. ഒന്നാമത് ഹമാസ് എന്ന് പറയുന്നത് ഒരു സംഘടനയല്ല, അവിടെ ഒരുപാടധികം സംഘടനകളുണ്ട്. പല സംഘടനകളുടെ ഒരു അഗ്ലോമറേഷനാണ് ഈ ഹമാസ് എന്ന് പറയുന്ന സാധനം. അതിനകത്ത് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറയുന്നവരുണ്ട്, അവസാനിപ്പിക്കേണ്ട എന്ന് പറയുന്നവരുണ്ട്. അവസാനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം ഈ തീവ്രവാദികളുടെ കഞ്ഞുകൂടി മുട്ടുന്നുള്ളതാണ്. ഇവർ ഈ ലോകം മുഴുവൻ നടന്ന് പിരിവെടുത്ത് ആ പണം കൊണ്ട് സുഖിച്ച് ജീവിക്കുന്ന ആളുകളാണ്. യുദ്ധം അവസാനിക്കാത്തത് കൊണ്ട് ഹമാസിന് നിശ്ചയമായും ജീവനഷ്ടം ഉണ്ടാവുന്നുണ്ട്, അവരുടെ ആളുകളെ കൊല്ലുന്നുണ്ട്. എങ്കിൽ പോലും അവരുടെ നേതാക്കന്മാർക്ക് ടണലുകളിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലോ സുഖമായി ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. സാധാരണ ഗാസക്കാരന്റെ മാത്രം ആവശ്യമാണ് യുദ്ധം അവസാനിക്കുക എന്നുള്ളത്. ഹമാസിന്റെ നേതാക്കന്മാരെ സംബന്ധിച്ച് ഈ യുദ്ധം അവസാനിച്ചാൽ അവരുടെ പിരിവ് നിൽക്കും.
അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് അവരുടെ താല്പര്യമല്ല. ഇത് സാധാരണ പലസ്തീനികളുടെ മാത്രം താല്പര്യമാണ്. ഒരു ദിവസം മുന്നേ യുദ്ധം അവസാനിച്ചാൽ അത്രയും ജീവനുകളെങ്കിലും രക്ഷിച്ചെടുക്കാൻ സാധിക്കുമല്ലോ, ഇനി ബാക്കിയുള്ള കുടുംബത്തിലെ ആളുകളെങ്കിലും ജീവനോടെ ഇരിക്കുമല്ലോ എന്നുള്ള പ്രാർത്ഥനയിലാണ് പാലസ്തീനിലെ ഓരോ കുടുംബങ്ങളും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഹമാസിനെ സംബന്ധിച്ച് വിദേശത്ത് താമസിക്കുന്ന ഇവരുടെ, അല്ലെങ്കിൽ മാളങ്ങളിൽ വളരെ സുരക്ഷിതമായി താമസിക്കുന്ന ഇവരുടെ നേതൃത്വത്തെ സംബന്ധിച്ച് ഈ യുദ്ധം ഇത്ര പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നൊരു വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് വസ്തുത. നേരെ മറിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഹമാസിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഈ ഗാസയിലെ 20 ലക്ഷം ആളുകളെ നിയന്ത്രിക്കുക എന്നൊരു വിഷയം ഇസ്രായേലിനെ സംബന്ധിച്ച് തലവേദനയാണ്. അതിന് പൂർണ്ണമായ ഒരു പരിഹാരം കണ്ടെത്തുവാൻ, ഒരു ഡെഫിനേഷൻ കണ്ടെത്തുവാൻ ഇസ്രായേലിനും സാധിച്ചിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ പലതവണ വെടിനിർത്തൽ കരാറുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വെടിനിർത്തൽ കരാറുകളൊക്കെ ഉണ്ടായ സമയത്ത് 150 ജീവനുള്ള ഹോസ്റ്റേജസിനെ 250 പേരെ പിടിച്ചോണ്ട് പോയത്. അതിനകത്ത് 150 പേരെ ഫ്രീ ആക്കി എടുക്കുവാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്. ഇനിയും 20 പേരാണ് അവിടെ ജീവനോടെ ഉണ്ട് എന്ന് വിചാരിക്കുന്നത്. അവരെയാണ് ഇപ്പോൾ ഈ 60 ദിവസത്തെ ട്രൂസിന്റെ ഭാഗമായിട്ട് 10 പേരെ ആദ്യം, അതിനുശേഷം പിന്നീട് കൊടുക്കാം എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഈ ഇതിനു മുമ്പിലത്തെ വെടിനിർത്തലിന്റെ കാര്യം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ വെടിനിർത്തൽ ഉണ്ടാവാനുള്ള കാരണം ജനുവരിയോടെ ഹെസ്ബുള്ള പൂർണ്ണമായും തകർന്നു. ഹിസ്ബുള്ള പൂർണ്ണമായും തകർന്നതിന്റെ ഭാഗമായി അവര് ഇന്റർനാഷണൽ ഏജൻസികളുമായി, US-ഉമായും പ്രത്യേകിച്ചും ചർച്ചകൾക്ക് വരികയും അങ്ങനെ ഇസ്രായേല് ലെബനോണിലെ വലിയ ആക്രമണം നിർത്തുകയും അതിന്റെ ഭാഗമായി ഹിസ്ബുള്ള ഹമാസുമായിട്ടുള്ള മുഴുവൻ ബന്ധങ്ങളും വേർപെടുത്തുകയും ചെയ്തു. അങ്ങനെ ഹിസ്ബുള്ളയുടെ ഒരു വലിയ പിൻബലത്തിലാണ് ഹമാസോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഹിസ്ബുള്ള ഇവരുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും വേർപെടുത്തിയ സാഹചര്യത്തില് ഹമാസിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു. അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിന് മുൻപിലത്തെ സീസ് ഫയർ ഉണ്ടാവുന്നത്. ആ സീസ് ഫയർ 3 ഫേസുകളായിരുന്നു. അതിൽ ആദ്യത്തെ ഫേസ് 40 ദിവസമായിരുന്നു. പക്ഷെ ആ സീസ് ഫയർ ഹമാസ് ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്തു. ധാരാളം 10,000 ട്രക്ക് എയ്ഡ് മെറ്റീരിയൽസ് ആണ് ഈ 40 ദിവസം കൊണ്ട് ഗാസയിൽ പ്രവേശിച്ചത്. കൂടാതെ മറ്റ് ധാരാളം ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്സും പണവും ഒക്കെ ഗാസയിലേക്ക് വന്നു. പക്ഷേ ഇത് മുഴുവൻ ഹമാസ് ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തത്. അവരതിൽ നിന്ന് ഭക്ഷണത്തിന്റെ ബഹുഭൂരിഭാഗം തട്ടിയെടുത്ത് അവരുടെ ടണലുകളിൽ എത്തിക്കുകയും മരുന്ന് അടിച്ചു മാറ്റുകയും അവർക്ക് വേണ്ട ആളുകൾക്ക് മാത്രം ഭക്ഷണവും മരുന്നും ലഭിച്ചു എന്ന് ഉറപ്പാക്കുകയും ഹമാസിനെ എതിർക്കുന്നവരെ പട്ടിണിക്കിടുകയും ആ കാലം കൊണ്ട് കൂടുതൽ ആയുധങ്ങൾ സംഭരിച്ച് കൂടുതൽ ശക്തിയായി ഇസ്രായേൽ തിരിച്ചടിക്കാനുള്ള ശ്രമം നടത്തുകയുമാണ് അവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ട്രൂസിന്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞതോടെ തന്നെ ഇസ്രായേൽ അവരെ തിരിച്ചടിച്ചു. പഴയതിനേക്കാൾ ഭീകരമായ യുദ്ധമുണ്ടായി. പിന്നീട് നീണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത് വരെയുള്ള ഈ യുദ്ധത്തിലേക്ക് എത്തിയിട്ടുള്ളത്. പുതിയ ഈ ഒരു പ്രപ്പോസൽ, പീസ് പ്രപ്പോസൽ, 60 ദിവസത്തെ ഈ ഒരു പീസ് പ്രപ്പോസൽ, ഈ വെടിനിർത്തൽ നിലവിൽ വരികയാണെങ്കിൽ ഈ ലേഖനം എഴുതിയ ആളുടെ അഭിപ്രായ പ്രകാരം ആ വെടിനിർത്തൽ ശാശ്വതമായ ഒരു വെടിനിർത്തലായി പരിണമിക്കും എന്നാണ് അദ്ദേഹം കരുതുന്നത്. കാരണം ഹമാസിനെ സംബന്ധിച്ച് ഇനി യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ തലപ്പത്ത് ആരുമില്ല. തലപ്പത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നുകളഞ്ഞു. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇനി യുദ്ധം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് അവര് വളരെയേറെ കോൺഫിഡന്റ് ആയി. ഇനി ഒരു ഒക്ടോബർ 7 അവരുടെ രാജ്യത്ത് സംഭവിക്കുകയില്ല എന്ന് ഉറപ്പിക്കത്തക്ക രീതിയിൽ ഇറാന്റെ മുഴുവൻ കൈകളും വെട്ടിക്കളയുകയും ഇറാന്റെ തല തന്നെ തകർത്തുകളയുകയും ചെയ്യാൻ അവർക്ക് സാധിച്ചു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ വളരെയേറെ കോൺഫിഡന്റ് ആയി, ഹമാസ് തീർത്തും വീക്കായി. ആ ഒരു സാഹചര്യത്തിൽ ഇനി വരുന്ന ഒരു വെടിനിർത്തൽ അത് അവിടുത്തെ പൂർണ്ണമായ ഒരു വെടിനിർത്തലായിരിക്കും എന്നാണ് ഇദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ഇനി ഇറാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇറാൻ ഈ ന്യൂക്ലിയർ പാക്റ്റിൽ നമുക്ക് പുറത്തുപോയി ഞങ്ങൾ നാളെ ബോംബുണ്ടാക്കുന്നൊക്കെ ഒരു മസിൽ പിടിച്ച് കാണിക്കാന്നല്ലാതെ അത് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നാണ് ഈ പരിണത പ്രശ്നമായിട്ടുള്ള ഈ ഡിപ്ലോമാറ്റ് പറയുന്നത്. കാരണം ഇവരെ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി ഒപ്പിട്ടിട്ടുള്ള ആളുകളാണ്. നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി ഒപ്പിട്ടിട്ടുള്ളവര് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ പരിശോധനകൾ അനുവദിക്കുകയില്ല എന്നുള്ള ഒരു അവരുടെ ഭാഗത്ത് മാത്രമുള്ള ഒരു വാദവുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാനാവില്ല. അങ്ങനെ അവർ ചെയ്യുകയാണെങ്കിൽ അവരെ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത 2 രാജ്യങ്ങളുണ്ട്. അത് UK-യും ഫ്രാൻസുമാണ്. UK-യും ഫ്രാൻസും അവർക്കെതിരെ ഇതുവരെ സാമ്പത്തിക ഉപരോധങ്ങളോ അങ്ങനത്തെ ഉപരോധങ്ങളൊന്നും ഏർപ്പെടുത്തിയില്ല. അതുകൊണ്ടാണ് ഇറാൻ ഇപ്പൊ കഷ്ടിച്ച് ശ്വാസം കഴിച്ചു പോകുന്നത്. അപ്പൊ ഈ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയുടെ അനുസരിച്ച് ഇവർ പെരുമാറാതിരുന്നാല് UK-യും ഫ്രാൻസും ഇവരുടെ നേരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തും. ആ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ഒരു തരത്തിലും നിവർന്നു നിൽക്കാനാവാത്ത സാഹചര്യം വരും. ആ ഒരു റിസ്കിലേക്ക് ഒരു കാരണവശാലും ഇറാൻ പോവുകയില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മാത്രമല്ല, നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി വയലേറ്റ് ചെയ്ത് UN-യുമായി പൂർണ്ണമായും ബന്ധം വിച്ഛേദിച്ചാൽ ഏത് നിമിഷവും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണം ഉണ്ടാവാം. വാചകടിക്കുന്നത് പോലെ അല്ലല്ലോ യുദ്ധം ചെയ്യുന്നത്. ഞങ്ങൾ ഇനി ആക്രമിച്ച ഇനി ഞങ്ങൾ ചെത്തിക്കളയും. ഇതിനു മുമ്പത്തെ യുദ്ധത്തിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളൊന്നും എന്തായാലും ഈ യുദ്ധത്തിൽ ചെയ്യാൻ കഴിയില്ല. കാരണം ഉള്ളത് മുഴുവൻ കഴിഞ്ഞ യുദ്ധത്തിൽ തകർന്നുപോയി. അതുകൊണ്ട് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും
അടുത്ത ഒരു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനെങ്കിലും അവർക്ക് ഈ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി അനുസരിച്ച് പെരുമാറിയേ പറ്റൂ. മാത്രമല്ല, ഈ 5 റൗണ്ട് ടോക്ക് അമേരിക്കയായിട്ട് ഇവര് ന്യൂക്ലിയർ പാക്ടിന് വേണ്ടി നടത്തിയിരുന്നു. ആ 5 റൗണ്ട് ടോക്കിൽ ഏകദേശം 3.75% വരെ എൻറിച്ച്മെന്റ് അനുവദിക്കാം എന്നൊരു നിലപാടായിരുന്നു അമേരിക്ക സ്വീകരിച്ചത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കൂടാതെ ഒരു റീജിയണൽ ഫ്യൂവൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ കൊണ്ടുവരാനുള്ള അവസരവും ഉണ്ടായിരുന്നു. സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും അറബ് രാജ്യങ്ങളൊക്കെ ചേർന്നുകൊണ്ട് ന്യൂക്ലിയർ പവർ പ്രൊഡക്ഷനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. അതിനകത്ത് 3.75% വരെയുള്ള ഒരു എൻറിച്ച്മെന്റിന് ഇറാൻ അനുവാദം ലഭിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഫ്രെയിംവർക്കാണ് ഫോം ചെയ്ത് വന്നിരുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ അതിനോട് ഒരു തരത്തിലും സഹകരിക്കാതെ അവസാനം അതിൽ ഒപ്പിടാതെ വിട്ടുനിന്നുകൊണ്ട് ഇവര് ആക്രമണം ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. അങ്ങനെ ക്ഷണിച്ചു വരുത്തിയ ആക്രമണത്തിന്റെ ഫലമായി സമ്പൂർണ്ണമായി തകർന്നുപോയ ഇറാന് ഇപ്പൊ നെഗോസിയേഷൻ ടേബിളിൽ യാതൊരു പവറും ഇല്ല. 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, അവർ തോറ്റുപോയി. തോറ്റവന്റെ ശബ്ദത്തിന് വിലയില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. ജയിച്ചവനാണ് കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യുക. 2, ഇവരുടെ ന്യൂക്ലിയർ ഡീല് സംസാരിക്കാൻ വന്നിരുന്ന പ്രധാനപ്പെട്ട ആളുകളെല്ലാം കൊല്ലപ്പെട്ടു. അതുകൊണ്ട് ഇനി ഇവർക്ക് ടേബിളിൽ ഈ ഡിസ്കഷൻ നയിക്കാനുള്ള ശേഷി പോലുമില്ല, അതിനുള്ള ലീഡർഷിപ്പ് പോലും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ആയത്തുള്ള ഖുമേനിക്കൊന്നും ഡിസ്കഷൻ ലീഡ് ചെയ്യാനുള്ള വിവരമില്ല. വിവരമുള്ള ആളുകളെയാണ് കൊന്നു കളഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഈ ടേബിളിൽ വന്ന് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. ടേംസ് ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം തോറ്റു കഴിഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പഴയ ആർഗ്യുമെന്റ് പവർ ഉണ്ടാവുകയില്ല. അപ്പൊ അതുകൊണ്ട് ഇവര് പറയുന്ന ഒരു തരത്തിൽ അവരുടെ മുൻപിൽ വെക്കുന്ന ഒരു പാക്ട് ഒപ്പിട്ടുകൊണ്ട് ഇവർ ഈ പ്രശ്നം അവസാനിപ്പിക്കുമെന്ന് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞു വെക്കുന്നത്. ഈ വാസ്തവത്തില് ഈ ഒക്ടോബർ 7 ഹമാസ് ഇവിടെ കടന്നു കയറിയത് അവിടെ അബ്രഹാം അക്കോർഡ്സ് വളരെ ബ്രോഡായിട്ട് വരാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സാഹചര്യം, അതിനെ അണ്ടർമൈൻ ചെയ്യുക, അതില്ലാതാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ഇറാനും ഇറാന്റെ ഭീകരപ്രവർത്തകരും ചേർന്ന് ഒരുക്കിയ ഒരു ആക്രമണമായിരുന്നു ഇതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒക്ടോബർ 7 ആക്രമണം ഉണ്ടാകുന്നത്. ഒക്ടോബർ 6 ഈ അബ്രഹാം അക്കോർഡ്സ് എക്സ്പാൻഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള ഡിസ്കഷന് വേണ്ടി സൗദി അറേബ്യയുടെ ടീം ഇദ്ദേഹത്തിന്റെ ടേബിളിൽ അമേരിക്കയിലെ ഓഫീസിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. വാസ്തവത്തിൽ ആ അബ്രഹാം അക്കോർഡില് പ്രധാനമായിട്ടും സൗദി അറേബ്യ മുന്നോട്ട് വെച്ചത് പാലസ്തീനിയൻസിന്റെ വെൽഫെയർ ആയിരുന്നു. ഇത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് ഓർക്കണം. അപ്പൊ പാലസ്തീനിയൻസിന്റെ വെൽഫെയറിന് അവർ 100% അവര് അനുകൂലമായിരുന്നു. അങ്ങനെ പാലസ്തീനസിന്റെ വെൽഫെയർ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു അബ്രഹാം അക്കോർഡിലേക്കായിരുന്നു ആ ചർച്ച നീങ്ങി വിജയകരമായ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. അവിടെയാണ് ഹമാസ് പോയി 7 ആക്രമണം നടത്തി ഈ എല്ലാ ചർച്ചകൾക്കും തുരങ്കം വെച്ച് അവസാനിപ്പിച്ചു കളഞ്ഞത്. സൗദി ഒഫീഷ്യൽസ് അതിന് 2 ആഴ്ച മുൻപ് വെസ്റ്റ് ബാങ്കിന്റെ ഗവേണിംഗ് ഹെഡ്ക്വാർട്ടേഴ്സായ റാമല്ല വിസിറ്റ് ചെയ്യുകയും അവിടുത്തെ പാലസ്തീൻ അഡ്മിനിസ്ട്രേഷനുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷമാണ് അവർ US-ലെത്തി ഈ അബ്രഹാം അക്കോർഡിൽ ഒപ്പിടുന്നതിനെ കുറിച്ചുള്ള ചർച്ചയിൽ ഏർപ്പെട്ടിരുന്നത്. ആ ചർച്ചയ്ക്കാണ് ഈ ഹമാസും ഇറാനും ചേർന്ന് പാരവെച്ച് പാലസ്തീനികളുടെ വെൽഫെയറിനെ നശിപ്പിച്ച് ഇപ്പോൾ 58,000-ഓളം പാലസ്തീനികളുടെ മരണത്തിലേക്ക് എത്തിച്ച ഈ യുദ്ധം തുടങ്ങി വെച്ചത് ഈ ഒരു അവിടെ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളുമായി ചേർന്ന് ഇസ്രായേൽ സമാധാനത്തിലുള്ള ഒരു നീക്കം നടത്തുന്നത് അവസാനിപ്പിക്കുക എന്നുള്ള ഒരു താല്പര്യത്തിലാണ്. കൂടാതെ അദ്ദേഹം പറയുന്നത് ഈ ഒക്ടോബർ 7 ജസ്റ്റ് ഒരു മാസം മുൻപ് സെപ്റ്റംബർ 9 G20 nations endorsed a trade, energy and technology ship-to-rail corridor connecting Europe and India through Jordan, Israel and Gulf with linkages into the West Bank. അപ്പം ഒരു വലിയ പ്രോജക്റ്റിന് G20 നേഷൻസ് അതിന് തൊട്ട് ഒരു മാസം മുൻപ് സാങ്ഷൻ നൽകിയിരുന്നു. അത് ഒരു റോഡ്, ദാറ്റ് ഈസ് റെയിൽ, റോഡ്, ഷിപ്പ് എല്ലാം കൂടി ചേരുന്ന ഒരു വലിയ പാത. അത് യൂറോപ്പിനെയും ഇന്ത്യയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാതയാണ്. അത് ഗൾഫിലൂടെ കടന്നു വരുന്നു, ഗൾഫ് രാജ്യങ്ങളിലൂടെ കടന്നു വരുന്നു. അതിന്റെ എക്സ്റ്റൻഷൻ വെസ്റ്റ് ബാങ്കിലേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വലിയ ഒരു വികസനത്തിലേക്ക് പാലസ്തീനിയ റീജിയനെ എത്തിക്കുമായിരുന്ന ഒരു വലിയ പ്ലാൻ ഈ G20 നേഷൻസ് ഉണ്ടായിരുന്നു. ആ പ്രോജക്ടിന്റെ പേര് IMEC എന്നാണ്. ആ പ്രോജക്റ്റിനെയും ഒക്കെ തുരങ്കം വെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഹമാസ് അന്ന് അവിടെ കടന്നു കയറി ആക്രമണം നടത്തിയത്. കാരണം ഇവിടെ പട്ടിണിയും പരിവട്ടവും ഉണ്ടെങ്കിൽ മാത്രമേ ഹമാസിന് പിരിവെടുത്ത് ജീവിക്കാനാവൂ. അവർക്ക് പിരിവെടുത്ത് രാജാക്കന്മാരെ പോലെ ജീവിക്കാൻ വേണ്ടി മാത്രം സംഘടിപ്പിച്ച ഒരു യുദ്ധമായിരുന്നു ഇത് എന്നാണ് ഈ ആർട്ടിക്കിൾ എഴുതിയ ആൾ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇത് ഹമാസ് ആൻഡ് ഇറാൻ ബാക്ക്ഡ് ഡിറൈവ്ഡ് ദിസ് പ്രോമിസ്ഡ് അജണ്ട ബട്ട് ദേ കനോട്ട് റിവേഴ്സ് ഇറ്റ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇതുകൊണ്ടൊന്നും ഇത് തീരാൻ പോകുന്നില്ല എന്താ അദ്ദേഹം പറയുന്നത്. കാരണം ഇത് സമാധാനത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. കാരണം ഈ യുദ്ധത്തില് ഇസ്രായേൽ വലിയ മേൽക്കൈ നേടിയതോടെ ഗൾഫ് രാജ്യങ്ങളുടെ മുഴുവൻ അന്നുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് വളരെ പോസിറ്റീവായിട്ട് മാറുകയാണ് ചെയ്തത്. കാരണം ഇസ്രായേലിന്റെ മിലിറ്ററി ആൻഡ് ടെക്നിക്കൽ ഗെയിൻ എന്ന് പറയുന്നത്, ഇന്റലക്ച്വൽ ഗെയിൻ എന്ന് പറയുന്നത്
മറ്റ് അറബ് രാജ്യങ്ങൾക്ക് വളരെ ഇംപ്രസീവ് ആവുകയും അതിൽ നിന്ന് തങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടാക്കാൻ സാധിക്കും, തങ്ങളുടെ മിലിറ്ററിക്ക് എന്ത് നേട്ടമുണ്ടാക്കാൻ സാധിക്കും, ആ ടെക്നോളജി തങ്ങളുടെ രാജ്യത്തേക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു ശ്രദ്ധയിലേക്ക് അറബ് രാജ്യങ്ങൾ മാറുകയും ചെയ്തതോടെ ഇപ്പോൾ ഇവര് കലക്കിക്കളയാൻ ശ്രമിച്ച ഈ അബ്രാഹാം അക്കോർഡ്സ് മാത്രമല്ല ഈ IMEC പ്രോജക്റ്റും ഒക്കെ റിവൈവ് ചെയ്യപ്പെടും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മുൻപ് ഏത് തരത്തിലാണോ മുൻപ് ഇത് ഇവോൾവ് ചെയ്തു വന്നത് അതിനേക്കാൾ ശക്തമായ രീതിയിൽ ഈ പുരോഗമന സംഗതികൾ ഇവോൾവ് ചെയ്തു വരികയും അങ്ങനെ മിഡിൽ ഈസ്റ്റ് വളരെ ശക്തമായി ഇസ്രായേലിന്റെ ലീഡർഷിപ്പിൽ മിഡിൽ ഈസ്റ്റ് വളരെ ശക്തമായി റീഗ്രൂപ്പ് ചെയ്യപ്പെടുകയും ചെയ്യും എന്നാണ് ഈ ആർട്ടിക്കിളിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. കൂടാതെ ലെബനോണിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജോസഫ് ആവോൺ ഇസ്രായേലുമായിട്ടുള്ള 75 വർഷത്തെ ലെബനോണിന്റെ വിഷയങ്ങൾ അവസാനിപ്പിച്ച് ഇസ്രായേലുമായി സൗഹൃദത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും അതിനുള്ള ചർച്ചകൾ ബാക്ക്ഡോറിൽ നടക്കുകയും ചെയ്യുന്നു. സിറിയയിലെ ബഷാർ അൽ അസാദ് എന്ന് പറയുന്ന പ്രസിഡന്റ് അദ്ദേഹവും ഇതുപോലെ തന്നെ 75 വർഷം ഇസ്രായേലുമായിട്ടുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ച് ചർച്ചയിലൂടെ ഗോലാൻ കുന്നുകൾ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയിലൂടെ ഒരുപക്ഷെ ഗോലാൻ കുന്ന് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ചർച്ചയിലൂടെ അവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതിനെ അണ്ടർമൈൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ശക്തി ഹൂതികൾ മാത്രമാണ്. ഇതെങ്ങനെയെങ്കിലും പൊളിക്കാൻ പറ്റുമോ എന്നുള്ള ഹൂതികളുടെ അവസാന ശ്രമമാണ് ഇപ്പോൾ അവര് റെഡ് സീയിലൂടെ പോകുന്ന ഷിപ്പുകളുടെ നേരെ അവസാനമായിട്ട് ആക്രമണങ്ങൾ നടത്തി വീഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം ആർട്ടിക്കിളിൽ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്.